റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമേജ് വന്നതുണ്ടോ. ആദ്യം നമ്മൾ ടൂൾ എടുക്കുന്നു. ഈ ടൂളിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് സ്കെച്ച് റെൻഡർ എന്നുള്ള കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോണ കിച്ചൺ ആയതുകൊണ്ട് കിച്ചണിൽ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് എനിക്ക് 3D റിയലിസ്റ്റിക് കിച്ചൺ ഇത്ര ഞാൻ കൊടുത്തുള്ളൂ. എനിക്ക് വേറെ പ്രോംപ്റ്റ് ഒന്നും എഴുതാൻ അറിയത്തില്ല. ജസ്റ്റ് 3D റിയലിസ്റ്റിക് കിച്ചൺ മാത്രം കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ മലയാളത്തിൽ സംസാരിക്കണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 3D റിയലിസ്റ്റിക് കിച്ചൺ വരുന്ന രീതിയിലേക്ക് ഇതൊരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് വരും. കണ്ടോ, ഇവിടെ വന്നു. അത് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ജെമിനി പോകുന്നു. ഇവിടെ നമ്മൾ ജെമിനി പോയതിനു ശേഷം നമ്മളിവിടെ പോയിട്ട് ഇവിടെ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇമേജ് എന്നുള്ളത് കാണിക്കാം. നമ്മളവിടെ ഇമേജ് കൊടുക്കുന്നു. ഇമേജാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ കൊടുത്ത കിച്ചൺ തന്നെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പം നമ്മൾക്ക് കിട്ടിയേക്കണ പ്രോംപ്റ്റ് അതൊക്കെ അവിടെ നിന്ന് കോപ്പി ചെയ്തു ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീട് വെക്കാൻ പോകുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് ഇതേപോലെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 3Dയിലേക്ക് എത്താൻ സാധിക്കും. അതല്ല ഒരു എഞ്ചിനീയറോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഹാൻഡ് സ്കെച്ച്, ഇത് വളരെ വൃത്തിയുള്ള സ്കെച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് ഞാൻ കൊടുത്തത്. ഇവിടെ ഒരു ഫ്രിഡ്ജ്, ഇവിടെ ഒരു സിങ്ക്, ഇവിടെ ഒരു സ്റ്റൗവ്, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു ഡോറ്. എഴുത്തിൻ്റെ സ്പെല്ലിങ് പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലിയർ ആയിട്ടല്ല ഞാൻ കൊടുത്തതാണ്. കാരണം അത്രയും മോശമായിട്ടാണ് നിങ്ങൾ എഴുതണമെങ്കിലും റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമേജ് വന്നതുണ്ടോ. ഇതായിരുന്നു നമ്മൾ കൊടുത്തതിൻ്റെ അകത്ത് വന്നത്. നമ്മൾ കൊടുത്ത സ്റ്റൗവ്, വിൻഡോ, ഡോറ്, സിങ്ക്, ഫ്രിഡ്ജ് ഇത്ര സാധനങ്ങളായിരിക്കും നമ്മൾ കൊടുത്തത്. ഇവിടെ അത് എക്സ്ട്രാ ആയിട്ട് അവർ ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ 2D ഇമേജ് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഹാൻഡ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 3D മോഡലിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും.